welcome back to my YouTube channel. ഒട്ടും എനർജി ഇല്ലാത്തൊരു ഡേ ആണെന്ന്, പക്ഷേ ഐ തോട്ട് നാളെ എൻ്റെ കമ്മീഷനാണ്, സോ ഒരു വീഡിയോ ചെയ്യാമെന്ന്. എ ഡേ ബിഫോർ കമ്മീഷൻ ആയിക്കോട്ടെ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഒരുപാട് നാളത്തെ എഫേർട്ടാണ് നാളെ പ്രസൻറ്റ് ചെയ്യാൻ പോണത്. അത്യാവശ്യം ടെൻഷൻ ഉണ്ട്. എന്താ പറയുക, നമ്മളൊരു ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കണം. അതുപോലെ നമുക്ക് വൈവ ഉണ്ട്. അതിൽ തന്നെ 2 വൈവാസാണ്. ഒന്ന് പേഴ്സണലായിട്ടുള്ള വൈവ ഉണ്ടായിരിക്കും 1-to-1. അതല്ലാതെ തന്നെ ചെയർമാൻ വൈവ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലെ 1-2 പേരെ റാൻഡംലി സെലക്ട് ചെയ്യുന്നതാണ് അതിന്. അപ്പം അതാരാ ഒന്നും പറയാൻ പറ്റില്ല. നാളെ രാവിലെയാണ് അതറിയാൻ പറ്റുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ ടെൻഷൻ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഐ ഗോട്ട് മൈ പീരിയഡ്സ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഒടുക്കത്തെ അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. ബാക്കി ഒരുവിധം എല്ലാം കഴിഞ്ഞു. എല്ലാ ഫയൽസും റെഡിയാണ്. ചാർട്ട്സും മോഡൽസും എല്ലാം സെറ്റാണ്. ഇനി എനിക്ക് കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനുണ്ട്. അതുപോലെ കുറച്ച് ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വൈവയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, ക്ലാസ് എടുക്കാൻ പ്രിപ്പയർ ചെയ്യണം. സോ അതൊക്കെ കാണാം. ഇതെൻ്റെ പിക്ചർ ചാർട്ടാണ് കേട്ടോ. ഫ്രം എ റെയിൽവേ കാരേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പോമുണ്ട് 8th സ്റ്റാൻഡേർഡിൽ. അതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ദിസ് ഇസ് എ ട്രെയിൻ ആൻഡ് ഈ ട്രെയിൻ ഇൻകംപ്ലീറ്റ് ആണ്. ലൈക്ക് എനിക്കിങ്ങനെ ബ്ലാക്ക് ബോർഡർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിലൊക്കെ. അപ്പോൾ അത് ചെയ്യാണ് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ ചാർട്ടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. രണ്ട് സെറ്റ് ഓഫ് ചാർട്ട്സ് ആണ് കേട്ടോ. ഇത് എൻ്റെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ചാർട്ട്സാണ്. എല്ലാം കീറിപ്പൊളിഞ്ഞു. ആൻഡ് ഇത് എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ചാർട്ട്സാണ്. ഇതൊക്കെ എൻ്റെ റെക്കോർഡ്സാണ്. ഇതൊക്കെ എൻ്റെ ഫയൽസാണ്. ചെയ്ത വർക്ക്സിൻ്റെ ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം. പിന്നെ ഇത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ മാത്രം ഒരു ഫയൽ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പെയിൻ്റ് അടിക്കാം. വേറെ ഒന്നുമല്ല, ഇത് പേപ്പർ പൾപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മോഡലാണ് കേട്ടോ. പേപ്പർ പൾപ്പും അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഫെവിക്കോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇംപ്രവൈസ്ഡ് മോഡലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം, പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നാൾ മുന്നേ, അതായത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പൂപ്പലൊക്കെ ഒന്ന് കളയണം. എന്നിട്ട് ഇതിൽ നമുക്കൊന്നും കൂടെ പെയിൻ്റ് അടിക്കണം. സോ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ മൂന്നാമത്തെ വട്ടമാണ് ഇതിപ്പോൾ പെയിൻ്റ് അടിക്കാൻ പോണത്. എൻ്റെ ഓരോ അവസ്ഥ. ഇത് ആക്ച്വലി ഇത് ബ്രൗൺ കളർ അടിച്ചത്, പക്ഷെ പൂപ്പൽ പിടിച്ച് ഇതൊരു തരം ബ്ലാക്ക് കളറായി. വല്ലാത്തൊരു ട്രാജഡി നടന്നു. അമ്മ ഇത് യൂസ് ചെയ്തിരുന്നു കേട്ടോ. അമ്മ എന്തോ പെയിൻറ് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഈ യെല്ലോ ബോട്ടിലിൽ ഓറഞ്ച് ഇത് ഒഴിച്ചിട്ട് എന്തോ പണി ഒപ്പിച്ച്. ഇപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് എനിക്കിപ്പോൾ കിട്ടിയത്. സാരമില്ല, എന്താ ചെയ്യുക, ഓരോരോ അവസ്ഥകൾ. എൻ്റെ സൗണ്ട് എത്രത്തോളം ഓഡിബിൾ ആവുമെന്ന് അറിയില്ല. എനിക്ക് മൈക്കില്ല. പിന്നെ എൻ്റെ ഫാനിനൊരു വൃത്തികെട്ട സൗണ്ടും ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഫയൽസ്. ഫയൽസിൽ ആദ്യം ഫസ്റ്റ് സെമ്മിൻ്റെ ഫയലാണ്. അപ്പോൾ ഞാനിത് പഠിക്കട്ടെ. ഐ വിൽ ഷോ യു മാസ്റ്റർ ടൈം ടേബിൾ. ഇത് സ്കൂൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BEdന്. അപ്പോൾ അതിൽ നമ്മൾ മാസ്റ്റർ ടൈം ടേബിൾ സ്കൂളിൽ നമ്മൾ ഉണ്ടാക്കണം. സോ കണ്ടോ, ഇത് ഫസ്റ്റ് സെമ്മിലെ ഒരു ടാസ്ക്കാണ്. ഇതാണ് മാസ്റ്റർ ടൈം ടേബിൾ. ആൻഡ് ദിസ് ഇസ് എ ഡിക്ഷണറി. ഞാൻ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് തുടക്ക സമയത്തല്ലേ, അപ്പം നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തായാലും 2023 ചെയ്ത വർക്കാണ്. എന്തായാലും എത്ര വേഗമാണ് സമയം പോണത്. അതിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എഴുതണം. സാധാ ഡിക്ഷണറി പോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, ദെൻ ഇങ്ങനെ. നൈസ്ല്ലേ. സോ
സോ ദിസ് ഇസ് മൈ ഡിക്ഷണറി. ഇത് ഈ ഒരു വലുപ്പത്തിലല്ലാതെ കുഞ്ഞ് പോക്കറ്റ് ഡിക്ഷണറീസ് ആയിട്ട് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതൊക്കെ നമ്മുടെ ഇഷ്ടം. എന്തായാലും ഫസ്റ്റ് സെമ്മ് തൊട്ടിട്ടുള്ള എല്ലാ വർക്ക്സും നമ്മളിങ്ങനെ ഓരോ ഫയൽസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ ഇത്രയും വർക്ക്സ് ഉണ്ട്. ഓരോ ടാസ്കിൻ്റെ അസൈൻമെൻറ്റ് എന്താണെന്നുള്ളതുണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക്സാണ്. പക്ഷേ ഫസ്റ്റ് സെമ്മിലെ കാര്യങ്ങളൊന്നും ഇപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണമെന്നില്ല. പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരാൾ എന്തായാലും മറക്കും. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഓർമ്മകൾ അയവർത്തെടുക്കാം. സോ ഞാൻ പഠിക്കട്ടെ. ഞാൻ പഠിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലാണ്. സോ ഫസ്റ്റ് സെമ്മ് തീർത്തിട്ട് ഫസ്റ്റ് സെം കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞില്ലേ, ഫസ്റ്റ് സെം തീർത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സെം. ഐ എം സോ ടയേർഡ്. വെള്ളം കുടിക്കണം എന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോയേക്കണേ. പക്ഷെ ഞാൻ വെള്ളം കുടിച്ചിട്ടേ ഇല്ല. ആൻഡ് നല്ല ലക്ഷണമല്ലല്ലോ അത്. അതുകൊണ്ട് വെള്ളം കുടിക്കണം, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. സോ ഇറ്റ്സ് ഫുഡ് ടൈം. സമയം 3 മണി. പക്ഷെ കഴിക്കാം. ഈവനിങ് ഞാൻ പ്രിൻ്റ് ഔട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഈ ഷോപ്പിൽ തന്നെയാണ് ഞാൻ എപ്പോഴും വരാറ്. ഇന്നത്തെ ദിവസം പോയത് അറിഞ്ഞില്ല. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇനി തേർഡ് സെം ഇപ്പോൾ ഒരുവിധം നോക്കി കഴിഞ്ഞു. നൗ ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ക്ലാസ് എടുക്കൽ ആൻഡ് വൈവ. വൈവ നോക്കി കഴിഞ്ഞല്ലോ അല്ലേ. ക്ലാസ് എടുക്കുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. എത്രയൊക്കെ നമുക്ക് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞാലും കമ്മീഷൻ നമുക്കെപ്പോഴും കമ്മീഷനെന്നല്ല, ഒരാളെ ഒബ്സർവ് ചെയ്യാൻ വരുമ്പോൾ, ഇപ്പോൾ ടീച്ചർ ഒബ്സർവ് ചെയ്യാൻ വരുമ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം നമ്മുടെ ക്ലാസ് എടുക്കലെന്ന് പറയുന്നത് എല്ലാം കുട്ടികളുടേതുപോലെ ഇരിക്കും. കുട്ടികൾ എങ്ങനെ ഇരിക്കുന്നു, കുട്ടികൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടേ നമുക്ക് നമ്മുടെ സ്കില്ല് പുറത്തെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അപ്പം ആ ഒരു കാര്യത്തിലാണ് എനിക്ക് നല്ല ടെൻഷൻ. കാരണം എൻ്റെ നാളെ ലാസ്റ്റ് അവറും കൂടിയാണ്. അപ്പം ലാസ്റ്റ് അവർ ഊഹിക്കാമല്ലോ, കുട്ടികൾക്കൊക്കെ വീട്ടിൽ പോകാനുള്ള തിടുക്കത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ അവർ എത്രത്തോളം ക്ലാസ്സിൽ ഒബീഡിയൻ്റ് ആയിട്ട് ഇരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ലെറ്റ്സ് സീ. ഞാനൊരു വലിയ സ്കൈ ലവറാണ് കേട്ടോ. എനിക്ക് സ്കൈ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് നോക്കി നിൽക്കുന്ന ഒരാളാണ്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ സ്കൈൻ്റെ ആ ഒരു ഭംഗിയാണ് ഇപ്പോൾ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു വ്യൂ ഞാൻ കണ്ടു. പക്ഷേ ഇവിടെ കുറേ ചെടിയുള്ള കാരണം കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. എങ്കിലും ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നി. ടെറസിൻ്റെ മേലെ പോയാൽ നല്ല അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മേലെ പോകാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് വയ്യ, നോക്കാം. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ. ഇത് വീഡിയോയിൽ അത്ര അങ്ങോട്ട് ഭംഗിയില്ല, പക്ഷെ ഞാൻ മേലെ പോയാൽ നല്ല വ്യൂ ആയിരിക്കും. ഇതാണ് കേട്ടോ മേലെ നിന്നുള്ള വ്യൂ. ഇവിടെ ഈ മരമൊക്കെ ഉള്ളതുകൊണ്ടാണ് സൺസെറ്റ് കറക്റ്റ് കാണാൻ പറ്റാത്തത്. പക്ഷേ മരമൊന്നും ഇല്ലെങ്കിൽ നല്ല രസമാണ്. എനിവേ നല്ല ഭംഗിയില്ലേ. ഈ ഫോണിൽ കാണുന്ന ഒരു കളറല്ല കേട്ടോ, ഒരു പിങ്കിഷ് കളറാണ് നേരിട്ട്. ഓക്കെ, യെസ്, ഒരു സ്റ്റാർ ഉണ്ടല്ലേ. യെസ്, സ്റ്റാർ. ഒരു സ്റ്റാർ മാത്രം സ്കൈലുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷ് നടക്കും എന്നല്ലേ പറയാം. ഞാനപ്പോൾ ഇങ്ങനെ വിഷ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. നോക്കുമ്പം ഇപ്പുറത്തും അപ്പുറത്തൊക്കെ കുറേ സ്റ്റാറുണ്ട്. അതുകൊണ്ട് ഞാൻ വട്ടത്തിൽ 3G. സാറില്ല, ഇനി ഞാൻ പോയിട്ട് ഫ്രഷ് ആവട്ടെ. എന്നിട്ട് വേണം എനിക്ക് ക്ലാസ് എടുക്കാനുള്ളത് പ്രിപ്പയർ. അയ്യോ, അതിന് മുന്നേ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്യാനുണ്ട് ചില A4 ഷീറ്റ്സിൽ. അപ്പോൾ അത് ചെയ്യണം. എന്നിട്ട് കമ്മീഷനുള്ള ക്ലാസ് എടുക്കാനുള്ളത് നോക്കാം. ഇതെൻ്റെ ഫേവറേറ്റ് സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ അച്ഛനമ്മയും പുറത്ത് പോയി വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് ഗൈസ്. ഇതാണ് എൻ്റെ PPT. ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നാളെ ക്ലാസ് എടുക്കാൻ പോണത്. എല്ലാം അടിപൊളിയായാൽ മതിയായിരുന്നു. ശുഭപ്രതീക്ഷ 100% വിജയം. അപ്പോൾ കമ്മീഷനുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആക്കിയിട്ട് കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഡാമേജും വരാതെ വേണം കൊണ്ടുപോകാൻ. ഇതെൻ്റെ ഒരു വർക്കിംഗ് മോഡലാണ് കേട്ടോ.
നോർമൽ LED യൂസ് ചെയ്തിട്ട് ഫ്രേസൽ വെർബ്സ് മാച്ച് ചെയ്യാനാണ്. ഇതെൻ്റെ ഒരു ഇംപ്രവൈസ്ഡ് മോഡലാണ്. ട്രീ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ചകിരി യൂസ് ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് എൻ്റെ ടൈറ്റാനിക് മോഡലാണ്. നല്ല രസമുണ്ടല്ലേ. ഇതിൻ്റെ ഭൂരിഭാഗം സംഭവം അമ്മയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് ഉള്ളത്. പിന്നെ ഇതൊരു കുഞ്ഞ് ബസ്സാണ്. ഇനി എനിക്ക് ഒരു വർക്കിംഗ് മോഡലും കൂടി ഉണ്ട്, പക്ഷെ അത് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിരിക്കുകയാണ്. അത് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഇപ്പം എൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു. എനിക്ക് ക്ലാസ് എടുക്കാനുള്ളതും വൈവയ്ക്കുള്ളതൊക്കെ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല എന്താവും ഏതാവും എന്നൊന്നും. സോ നാളെ വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ടെൻഷനും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ഒക്കെ ആയിരിക്കും. അപ്പോൾ നാളെ ഷോർട്സ് എടുക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.